ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 3 വർഷ ഡിഗ്രിയിൽ അവസാന വർഷത്തിലെ ലാസ്റ്റ് സെമസ്റ്ററിൽ ഒരു വിദ്യാർത്ഥി നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിസേർട്ടേഷൻ അഥവാ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഡിഗ്രി 3 വർഷമാണ്. അതിൽ അവസാനത്തെ വർഷത്തിൽ ഒരു പേപ്പറിൻ്റെ പകരമായിട്ടാണ് ഈ ഡിസേർട്ടേഷൻ വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്തായിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനാണ് നമ്മൾ കാണുന്ന ഈ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. അതായത് എങ്ങനെയാണ് നമ്മൾ ഡിസേർട്ടേഷൻ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുതലായവയൊക്കെ എന്താണ് യൂണിവേഴ്സിറ്റി പുറപ്പെടുവിപ്പിച്ച ഒരു നോട്ടിഫിക്കേഷനാണിത്. അതിനെക്കുറിച്ചിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഫസ്റ്റ് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജ് അത് തന്നെയാണ്, ഗൈഡ് ലൈൻസ് ഫോർ ഡിസേർട്ടേഷൻ ഓർ പ്രൊജക്റ്റ് റിപ്പോർട്ട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ പി ജിക്കും ഉണ്ട് ഇത്, അതേപോലെ യു ജിക്കും ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസാണ് ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഈ ഒരു ഡിസേർട്ടേഷൻ മാനുവൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് വരുന്നത് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ വരുന്നത് എന്താണ്, ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ബാച്ചിലർ ഓഫ് ആർട്സ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള, അപ്പോൾ ഉദാഹരണത്തിന് ബി എ അറബി, അതുപോലെ തന്നെ ബി എ ഇംഗ്ലീഷ്, പിന്നെ ബി എ മലയാളം, ഹിന്ദി, സംസ്കൃത്, ഈ ഒരു വിഷയങ്ങൾക്കുള്ള ഗൈഡ് ലൈൻസാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ യൂണിവേഴ്സിറ്റി ഓരോ പേപ്പറിനും ഓരോ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിസേർട്ടേഷൻ്റെ ക്രെഡിറ്റ് പറഞ്ഞത് 6 ക്രെഡിറ്റാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്, ഇൻട്രൊഡക്ഷനാണ്. ഈ ഗൈഡ് ലൈൻസ് ഇൻട്രൊഡക്ഷൻ. As a part of the undergraduate curriculum, students are required to submit a dissertation project report individual to the university through the Learner Support Center in their 6th semester, which will be evaluated by the external examiner. അപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാർത്ഥി എന്തായിട്ടുണ്ടാവും, സ്വന്തമായിട്ട്, അതായത് ഗ്രൂപ്പായി കഴിയൂല, സ്വന്തമായിട്ട് ഒരു ഡിസേർട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്താവേണ്ടത് യൂണിവേഴ്സിറ്റിക്ക് അവരുടെ 6th സെമസ്റ്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. The BA dissertation project offered in the 6th semester is a core component of all undergraduate program at ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ BA dissertation എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു പേപ്പറിൻ്റെ പകരമായിട്ട് വരുന്ന ഒരു കോർ കോമ്പോണൻ്റാണ്, കോറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതെന്താണ്, യൂണിവേഴ്സിറ്റീൻ്റെ എല്ലാ ലേണേഴ്സും എന്താവണം, ഇത് സബ്മിറ്റ് ചെയ്യണം. ദിസ് കോഴ്സ് ക്യാരീസ് 6 ക്രെഡിറ്റ് ആൻഡ് ഇറ്റ്സ് ഡിസൈൻഡ് ടു ഗീവ് ലേണേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എൻഗേജ് ഇൻ ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഈ ഒരു ഡിസേർട്ടേഷൻ ത്രൂ എന്തായിട്ടുണ്ട്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു യൂണിവേഴ്സിറ്റി ഒരു 6 ക്രെഡിറ്റിൻ്റെ ഒരു ഡിസേർട്ടേഷനാണ് ചെയ്യേണ്ടത്. ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ, ഒരു അവസരം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക്. അവർക്ക് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാനും അതേപോലെ ലാംഗ്വേജ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ, ഈ ഒരു മേഖലയിൽ സ്വന്തമായി റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് യൂണിവേഴ്സിറ്റി ഇതിനെ കാണുന്നത്. Under the guidance of the faculty supervisor, each learner select a topic and develop a project through a process that combines academic inquiry and research skill. അപ്പോൾ ഈ ഒരു ഗൈഡൻസ്, ഈ ഒരു ഡിസേർട്ടേഷൻ്റെ ഭാഗമായിട്ട് എന്താവണം, ഒരു സൂപ്പർവൈസർ ഫാക്കൽറ്റീൻ്റെ ഒരു ഗൈഡിൻ്റെ കീഴിൽ എന്താവണം, എല്ലാ വിദ്യാർത്ഥികളും ഒരു ടോപ്പിക്ക്, ഒരു ഹെഡിങ് സെലക്ട് ചെയ്തിട്ട് അതിലൊരു പ്രൊജക്റ്റ് എന്താവണം, ഈ ഗൈഡ് മുഖേന ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ എൻക്വയറിയും അതേപോലെ റിസർച്ച് സ്കില്ലൊക്കെ ഉപയോഗിച്ച് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കണം. ഈച്ച് തിസിസ് ഓർ ഡിസേർട്ടേഷൻ ഈസ് യുണീക്ക് ബട്ട് ആൾ ഷെയർ സെവറൽ കോമൺ എലമെൻറ്റ്സ്. ഓരോ ഡിസേർട്ടേഷനും അല്ലെങ്കിൽ നമ്മുടെ തിസീസ് എന്താവണം, അതൊരു യുണീക്കായിട്ടുള്ള സാധനമാണ്. അതായത് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ എന്താവും അതിൽ കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും, പക്ഷേ എല്ലാവരും സ്വന്തമായിട്ടുള്ള ഒരു കാര്യം തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താവണം, അത് നമ്മൾ യുണീക്കായിട്ട് ഓരോരുത്തർ റിസർച്ചാണ് അതിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾക്കൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതേ സെയിം ആ ടോപ്പിക്കിൽ തന്നെ വേറൊരാൾക്കും റിസർച്ച് ചെയ്യുക, പക്ഷേ രണ്ടാമതും എന്താണ്, ഓരോരുത്തരുടെ വ്യൂവിലും അത് യുണീക്കായിട്ടുള്ളതാണ്, അത് സ്വന്തം ചെയ്തതായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. The following is not an exact guide but rather a general outline. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു എക്സൈറ്റ് ആയിട്ടുള്ള ഗൈഡല്ല, പക്ഷേ ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ജനറൽ ഗൈഡ് ലൈൻസ്, ഇനി ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. അത് ഒന്നാമത്തേത് എന്താണ് പറഞ്ഞത്, കെയർഫുള്ളി റീഡ് ദീസ് ഗൈഡ് ലൈൻസ് ഫോർ എ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ
പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ഒരു ഡിസർട്ടേഷൻ എഴുതുന്നതിന് മുന്നേ എന്താവണം, നമ്മളിപ്പോൾ ഈ തന്ന യൂണിവേഴ്സിറ്റിൻ്റെ ഈ ഗൈഡ് ലൈൻസ് എന്താണ് വളരെ ശ്രദ്ധാപൂർവ്വം വായിക്കണം. ദ ഡിസർട്ടേഷൻ ഷുഡ് ബി പ്രിപ്പയർഡ് യൂസിങ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ സച്ച് ആസ് MS വേർഡ്, ലേറ്റസ്റ്റ് ഓർ ഹാൻഡ് റിട്ടൺ. ഇനി നമ്മൾ ചെയ്യുന്ന ഈ ഡിസർട്ടേഷന് എന്തായിരിക്കണം, അത് ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിൽ ചെയ്യണം. അതായത് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനായ MS വേർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്വന്തമായി കൈയെഴുത്തിലും ചെയ്യാം. അപ്പോൾ എന്താണ്, നല്ല വൃത്തിക്ക് ചെയ്യണം. ഇനി അടുത്തത് സി പറഞ്ഞത് ഡിസർട്ടേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ടൈപ്പോഗ്രാഫിക്കൽ എറേഴ്സ്. അതായത് നമ്മൾ എഴുതുമ്പോൾ ഉള്ള മിസ്റ്റേക്സ് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പിംഗ് മിസ്റ്റേക്സ് എന്ന് എന്താവണം, അത് ഒഴിവാകണം. പിന്നെ വൺ ഷുഡ് എൻഷുർ യൂണിഫോമിറ്റി ഇൻ ഫോണ്ട്, ടെസ്റ്റ്, സ്പേസിങ്, മാർജിൻസ്, ഫിഗേഴ്സ്, ടേബിൾ എക്സെട്ര. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുകയാണ്, ഒരു പാരഗ്രാഫിൻ്റെ ഇടയിൽ നമ്മളൊരു ഗ്യാപ്പ് വിടുകയാണെങ്കിൽ, സ്പേസ് വിടുകയാണെങ്കിൽ പിന്നുള്ള എല്ലാ പാരഗ്രാഫിൻ്റെ ഇടയിലും ആ ഒരേ സ്പേസ് എന്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനിയിപ്പോൾ മാർജിൻ ആണെങ്കിലും എല്ലാ പേജും ഒരേ മാർജിൻ ആവണം. അതേപോലെ ടെസ്റ്റ്, ടാബിൾ, ഫോണ്ട് എല്ലാതും ഒരേ രീതിക്കാണ്. ഒന്ന് ഉപയോഗിച്ചാൽ പിന്നെ അതേ സെയിം സാധനം തന്നെ ആകണം ബാക്കിയുള്ള എല്ലാത്തിലും നമ്മൾ ചെയ്യേണ്ടത്. പ്ലീസ് എൻഷുർ ദാറ്റ് യു റിമൂവ് ആൾ പേഴ്സണൽ ഇൻഫർമേഷൻ ഫ്രം യുവർ ഡിസർട്ടേഷൻ. നമ്മൾ പിന്നെ ഒരു കാര്യം ഉറപ്പ് വരുത്തണത്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഡിസർട്ടേഷൻ നിന്ന് ഒഴിവാക്കണം. ഉദാഹരണത്തിന് ഇമെയിൽ അഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മളെ മെയിലിങ്, മറ്റേ വീട്ടിലെ അഡ്രസ്സ് അതുപോലത്തെ എല്ലാതും ഏതൊഴിച്ച് എക്സ്പെക്റ്റ് യുവർ എൻറോൾമെൻറ്റ് നമ്പർ ആൻഡ് നെയിം. നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പറും നെയിമും ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എൻറോൾമെൻറ്റും നമ്പറും നെയിമും മാത്രമേ നമ്മൾ ഇതിലെന്താവാൻ പാടുള്ളൂ, ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. The learners shall submit their dissertation project in consultation with their respective guide in the set format and described in these guidelines. അതായത് വിദ്യാർത്ഥി എന്താവണം, ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം എന്തൊക്കെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടോ, ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടോ അതൊക്കെ ഫോളോ ചെയ്തിട്ട് എന്താവണം, സബ്മിറ്റ് ചെയ്യണം. ദ ലേണേഴ്സ് ഷാൾ സബ്മിറ്റ് ദ ഡിസർട്ടേഷൻ ടു ദെയർ റെസ്പെക്റ്റീവ് ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ് നോട്ടിഫൈഡ് ബൈ ദ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി നോട്ടിഫൈ ചെയ്തതിനനുസരിച്ച് ലാസ്റ്റ് ഡേറ്റ് എന്നാണോ അതിൻ്റെ മുമ്പ് തന്നെ ഓരോ വിദ്യാർത്ഥിയും അവരുടെ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്ററിൽ എന്താവണം, അത് സബ്മിറ്റ് ചെയ്യണം. ദ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ വിൽ അനൗൺസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ ഡിസർട്ടേഷൻ പ്രൊജക്ട് സബ്മിഷൻ ആൻഡ് ദ വൈവ വോയിസ് എക്സാമിനേഷൻ. അപ്പോൾ എക്സാം കൺട്രോളറാണ് എന്താവുക ഈ ലാസ്റ്റ് ഡേറ്റും അതേപോലെ വൈവൻ്റെ ഡേറ്റും അനൗൺസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ടോപ്പിക്കാണ് സെലക്ഷൻ ഫോർ ടോപ്പിക് ഫോർ ഡിസർട്ടേഷൻ പ്രൊജക്ട് റിപ്പോർട്ട്. ചൂസിങ് ദ റൈറ്റ് ടോപ്പിക് പ്രൊവൈഡ് എ ക്ലിയർ ഡയറക്ഷൻ ഫോർ യുവർ റിസർച്ച്. ഇത് ടോപ്പിക്ക് ഇനി നമ്മൾ ഡിസർട്ടേഷനക്ക് ഇറങ്ങണം, എങ്ങനെയാണ് ഡിസർട്ടേഷൻ ചെയ്യേണ്ടതിന് ഉള്ളതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്താണ് നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു റൈറ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ടോപ്പിക്ക് നമ്മളെന്താവണം, ക്ലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ റിസർച്ചിന് വേണ്ടി നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം. എൻഷുറിങ് യു സ്റ്റേ ഫോക്കസ്ഡ് ഓൺ എ സ്പെസിഫിക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്ക് എന്താണോ അത് ഇങ്ങനെ ഉറപ്പുവരുത്തും കൂടി വേണം. അതായത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഏരിയ ആവണം. ദ സെലക്ഷൻ ഓഫ് ടോപ്പിക് ഫോർ ഡിസർട്ടേഷൻ ഓർ പ്രൊജക്ട് റിപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ആൻഡ് ഇറ്റ്സ് ടൈംലി കോമ്പറ്റീഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്. കംപ്ലീറ്റേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കിനനുസരിച്ചായിരിക്കും ആ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതേപോലെ തന്നെ അങ്ങനെ ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ് എന്താവുക, നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതേപോലെ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമൊക്കെ ഒരു നമ്മൾ ടോപ്പിക് സെലക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അടുത്തത് ചൂസിങ് എ ഡിസർട്ടേഷൻ ടോപ്പിക് റിക്വയർ കെയർഫുൾ കൺസൾട്ടേഷൻ ഓഫ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. നമ്മൾ ഡിസർട്ടേഷൻ്റെ ടോപ്പിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ്, പേഴ്സണൽ ഇൻട്രസ്റ്റ്, നമ്മൾ സ്വന്തം താല്പര്യങ്ങൾ ആദ്യം നമ്മളെന്താ പരിഗണിക്കണം. അതേപോലെ അക്കാദമിക് റിക്വയർമെൻറ്റ്സ്, അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. ആൻഡ് റിസർച്ച് ഫെസിബിലിറ്റി, അതേപോലെ റിസർച്ച് അത് ഇവിടെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ല. അതായത് ഇപ്പോൾ നമ്മൾ വലിയ ആഗോള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്താൽ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഈ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ അത്ര വലിയ റിസർച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലുള്ള ഒരാൾ
അമേരിക്കയിലോ അല്ലെങ്കിൽ വേണ്ട മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ അതൊരു പോസിബിളായിട്ടുള്ള കാര്യമാവില്ല. അപ്പോൾ നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എന്താണ് നമ്മളെ ടോപ്പിക്ക്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു സെലക്ട് എ ടോപ്പിക് ദാറ്റ് അലൈൻസ് വിത്ത് യുവർ ഇൻട്രസ്റ്റ്. അത് നമ്മളെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈസ് അക്കാദമിക്കലി റെലവൻറ്റ്. പിന്നെ അത് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആവണം. പിന്നെ ഒരുപാട് പഠനം കഴിഞ്ഞ ടോപ്പിക്ക് അങ്ങനത്തെ ഒന്നും തിരഞ്ഞെടുത്തിട്ട് വലിയ കാര്യമില്ല. ആൻഡ് ക്യാൻ ബി റിയലിസ്റ്റിക്കലി റിസർച്ച്ഡ് വിത്തിൻ ദ ഗീവൺ ടൈം ഫ്രെയിം. പിന്നെ നമുക്ക് പറഞ്ഞ സമയത്ത് എന്താവണം, റിസർച്ച് ചെയ്ത് കഴിയണ ഒരു ടോപ്പിക് ആവണം. വലിയ ടോപ്പിക് എടുത്താൽ ചിലപ്പോൾ നമുക്ക് എന്താവില്ല, ഇപ്പോൾ ഈ ഒരു സെമസ്റ്റർ തന്നെ 6 മാസം, അതിലിപ്പോൾ ഏകദേശം 2-3 മാസം കഴിഞ്ഞ് ഇനിയുള്ള സമയത്ത് നമുക്ക് എടുക്കാൻ കഴിയൂല. എ വെൽ ചൂസൺ ടോപ്പിക് എൻഷുർ യുവർ ഡിസർട്ടേഷൻ ഈസ് റെലവൻറ്റ് ടു കറൻറ്റ് ഇഷ്യൂസ് ഓർ ഗ്യാപ്സ് ഇൻ ദ ഫീൽഡ് മേക്കിംഗ് യുവർ റിസർച്ച് വാല്യുബിൾ. പിന്നെ നമ്മളെന്താണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്ക് നല്ല റെലവൻ്റ് ആയിരിക്കണം. അതേപോലെ കറൻറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാവണം. അല്ലെങ്കിൽ മുമ്പാരെങ്കിലും പഠിച്ചിട്ടുള്ളൊരു വിഷയം അതൊരു പരിപൂർണതയിൽ എത്തിയിട്ടില്ല, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളതാവണം. അങ്ങനത്തെ ഒക്കെ ആകുമ്പോഴാണ് എന്താവുക, നമ്മളെ റിസർച്ച് ഒരു വാല്യൂബിൾ ആവുക. ഇനി അടുത്തത് ഹിയർസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ടു ഹെൽപ്പ് യുവർ സെലക്ട് എ സ്യൂട്ടബിൾ ടോപ്പിക്. എങ്ങനൊരു സ്യൂട്ടബിൾ ടോപ്പിക്ക് തിരഞ്ഞെടുക്കുക എന്നതിനുള്ളതിനെക്കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തത് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഏതൊരു ഏരിയയിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അത് ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൺസിഡർ യുവർ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ആദ്യം നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് BA ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ BA അറബി പഠിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ BA മലയാളം, സംസ്കൃതം, ഇത് ഹിന്ദി. അപ്പോൾ ഇതിൽ ഓരോ പഠിക്കുന്നവരെന്താണ് ഓരോ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടാവണം. അപ്പോൾ അറബി പഠിക്കുന്ന ഒരാൾ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്കൃതമായി ബന്ധപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ എന്താവും, അത് ഓരോ വിഷയമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അതിൽ ഒരു റിസർച്ച് ചെയ്യുക എന്നുള്ളത് ഇപ്പം പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും. പിന്നെ പ്രീവിയസ് നോളജ് ആൻഡ് എനി സ്പെസിഫിക് ഏരിയ വിത്ത് യുവർ ഫീൽഡ് ദാറ്റ് യു ഫൈൻഡ് പർട്ടിക്കുലർലി എൻഗേജിങ്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് നമുക്കുള്ളൊരു അറിവിനെ കുറിച്ച്, ഇപ്പോൾ നമ്മൾ മുമ്പ് എന്തെങ്കിലും ചെയ്തൊരു കാര്യമാണ്, അപ്പോൾ അത് പൂർത്തീകരിക്കാൻ എന്താവും ആ ഒരു ടോപ്പിക്ക് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഏരിയ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി, നമ്മൾ BA അറബിയാണ് പഠിക്കുന്നത്, പക്ഷേ നമുക്ക് ഹിസ്റ്ററിയുമായി നല്ല താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഹിസ്റ്ററി പഠിക്കാം, നമുക്ക് അതിന് ഒരു ബന്ധമാണ്. നമുക്കൊരു സ്പെസിഫിക് ഏരിയ മറ്റെന്താണ്, നമുക്കൊരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഇത് വേണം. പിന്നെ സെലക്ടിങ് എ ടോപ്പിക് യു ആർ പാഷനേറ്റ് അബൌട്ട് കീപ്സ് യു മോട്ടിവേറ്റഡ് ത്രൂ ഔട്ട് ദ റിസർച്ച് പ്രോസസ്സ്. പിന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നമ്മൾ ഏതൊരു വിഷയം തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്കതിൽ താല്പര്യം വേണം. അല്ലാത്തൊരു വിഷയം തിരഞ്ഞെടുത്താൽ എന്താവില്ല, നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയൂല. ഇനി അടുത്തത് വരുന്നത് എക്സ്പ്ലോർ അസിസ്റ്റ് റിസർച്ച് റിവ്യൂ. മുമ്പുള്ള ഇനി അങ്ങനെ അടുത്തത് നമുക്ക് ഇനി എങ്ങനെ വിഷയം എടുക്കാന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ മേലെ പറഞ്ഞത് നമ്മളെ ഇൻട്രസ്റ്റിനനുസരിച്ച്, മറ്റേത് ഇനി മുമ്പ് ആരെങ്കിലും ഒരു വിഷയം പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ മുമ്പുള്ള റിസർച്ചുകളൊക്കെ നമ്മളെന്താവുക ഒന്ന് സെർച്ച് ചെയ്യുക അതിലൊക്കെ. അപ്പോൾ റിവ്യൂ റീസെൻറ്റ് ഡിസർട്ടേഷൻ, മുമ്പ് കഴിഞ്ഞ ഡിസർട്ടേഷൻ എന്താവുക അതൊക്കെ നമ്മൾ ആദ്യം പരിശോധിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇയറാണ് ഡിഗ്രി ഫസ്റ്റ് ബാച്ച് ഇറങ്ങുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അത് സാധ്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റീൻ്റെ മറ്റു യൂണിവേഴ്സിറ്റികൾ ഡിസർട്ടേഷന് അല്ലെങ്കിൽ മറ്റു ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിക്കുക. പിന്നെ സ്കോളർലി ആർട്ടിക്കിൾസ്, ഈ ഇതുപോലെ PhD ചെയ്തൊക്കെ കുറേ ആൾക്കാരുണ്ടാവും, അപ്പോൾ അവരുടെ ആർട്ടിക്കിൾസൊക്കെ പരിശോധിക്കുക. അല്ലെങ്കിൽ കോൺഫറൻസ് പ്രൊസീഡിങ് ടു അണ്ടർസ്റ്റാൻഡ് കറൻറ്റ് റിസർച്ച് ട്രെൻഡ്സ് ആൻഡ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ഗ്യാപ്സ് ഇൻ നോളജ്. അല്ലെങ്കിൽ മറ്റു കറൻറ്റായിട്ട് ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റു എന്തൊക്കെ ഇപ്പോൾ നമുക്ക് ഇനി ഇതിനൊക്കെ കുറിച്ച് പഠിക്കണം, അങ്ങനത്തെ ഒക്കെ മനസ്സിലാക്കി അത് ചെയ്യാം. ഇനി മൂന്നാമത്തത് പറയുന്നത് കൺസൾട്ട് വിത്ത് യുവർ ഗൈഡ് ഓർ സൂപ്പർവൈസർ. നമ്മൾ ഗൈഡുമായി ബന്ധപ്പെട്ടിട്ട് എന്താവുക നമ്മൾ ചർച്ച ചെയ്യുക. ഇപ്പോൾ എന്തൊക്കെ വിഷയമുണ്ട്. അപ്പോൾ ഗൈഡ് പറയുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറേറ്റ് നേടിയ ഒരാളാങ്കാരം, ഒരു PhD ചെയ്ത ഒരാളാങ്കാരം. അപ്പോൾ അദ്ദേഹത്തിന് എന്താവുക ഒരുപാട് മേഖലകൾ അറിയാം. അപ്പോൾ ഉദാഹരണത്തിന് അയാൾ തന്നെ ഒരു വലിയ റിസർച്ച് കഴിഞ്ഞിട്ടാണ് കാരണം അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മേഖല അറിയാം. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് എന്താവുക നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. പിന്നെ അദ്ദേഹം എന്താകും ഒരുപാട് മേഖല അങ്ങനത്തെ ഒക്കെ നമുക്ക് എന്താവുക അദ്ദേഹത്തിന് നമുക്ക് റെഫർ ചെയ്യാൻ കഴിയും. ആൻഡ് ഹൂ ക്യാൻ പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് ഇൻസൈറ്റ് ബേസ്ഡ് ഓൺ ദെയർ എക്സ്പീരിയൻസ്. ഓരോ എക്സ്പീരിയൻസൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. ഇനി അടുത്തത് നാലാമത്തെ പറഞ്ഞത് ആക്സസ്
feasibility. Evaluate whether you have access to the necessary resource and the data, and ensure that the topic can be realistically researched with the allotted time. അതായത് നമ്മളിപ്പോൾ നമുക്ക് ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. ഇപ്പോൾ നമുക്കെന്താവാം, ഫോണിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ChatGPT പോലുള്ള ഇതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് എന്താ ഒരുപാട് വൈഡായിട്ടുള്ള ഒരുപാട് ഏരിയകൾ കിട്ടും. പക്ഷേ ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് നമുക്ക് പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഇത് വേണം, അതായത് ഉറപ്പ് വേണം. അല്ലെങ്കിൽ എന്താവും, നമ്മൾ വലിയ വിഷയങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് വലിയ വിഷയങ്ങളെടുത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താവും, ഇത് നമ്മുടെ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൽ കൂടി പാസ്സായാലും എന്താവും കഴിയുള്ളൂ, നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് കൺസിഡർ ഒറിജിനാലിറ്റി. വൈൽ ബിൽഡിംഗ് അപ്പോൺ research is important. Aim for a topic that offers a novel perspective or addressing a previously unexplored aspect of the field. അല്ലെങ്കിൽ നമ്മളെന്താവുക, ഇപ്പോൾ മുമ്പ് ആരെങ്കിലും ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി അതിലൊന്നും കൂടി പഠിക്കണം എന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് ഇനി പൂർത്തീകരിക്കേണ്ടത് അത് ചെയ്യാം. അല്ലെങ്കിൽ അതിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും എക്സ്പ്ലോർ ചെയ്യാത്ത ഭാഗങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു റിസർച്ചിനൊരു ടോപ്പിക് സെലക്ട് ചെയ്തു, പക്ഷേ അയാൾ അത് പരിപൂർണ്ണമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ പൂർത്തീകരിക്കാൻ നമുക്കെന്താവുക, ആ മേഖല തിരഞ്ഞെടുക്കാം. അടുത്തത് റിഫൈൻ ആൻഡ് ഡിഫൈൻ. വൺസ് യു ഹാവ് എ പൊട്ടൻഷ്യൽ ടോപ്പിക്, ഫർദർ റിഫൈൻ ഇറ്റ്സ് ബൈ ഡെവലപ്പിംഗ് എ ക്ലിയർ റിസർച്ച് ക്വസ്റ്റനിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് എ സ്പെസിഫിക് സ്കോപ്പ് ഓഫ് യുവർ റിസർച്ച്. റിഫൈൻ പറഞ്ഞാൽ നന്നാക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അതായത് ആരെങ്കിലും ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് എന്താണ് ഒരു സംതൃപ്തമല്ല, അപ്പോൾ നമുക്ക് അതൊന്നും കൂടി നന്നാക്കുക എന്നുള്ളതിന് എന്താവുക, അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പിക്ക്, അത് പരിപൂർണ്ണമല്ലാത്ത ആ ഒരു ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ എന്താവുക, ഒന്നും കൂടി അതിൽ ഇന്നൊക്കെ മേഖല ഒന്നും കൂടി സ്കോപ്പ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താവുക, അതൊന്നും കൂടി ഫോർമുലേറ്റ് ചെയ്യാം. അടുത്ത ഡെവലപ്പ് ചെയ്യുക ടൈറ്റിൽ. ഇനി അതൊന്നും അല്ലെങ്കിൽ എന്താവുക, സ്വന്തമായിട്ടൊരു ടൈറ്റിൽ എന്താവുക നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എ ഗുഡ് ഡിസർട്ടേഷൻ ടൈറ്റിൽ ഷുഡ് ബി ഡിസ്ക്രിപ്റ്റീവ്, പ്രിസൈസ് ആൻഡ് അക്യുറേറ്റ്ലി റിഫ്ലക്ട് ദ സ്കോപ്പ് ആൻഡ് ഫോക്കസ് ഓഫ് യുവർ റിസർച്ച്. ഇതൊന്നും അല്ലാതെ എന്താവുക, നമ്മൾ സ്വന്തമായി ഒരു ടൈറ്റിൽ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നല്ലൊരു റിസർച്ച് ചെയ്യാം. അത് അത്യാവശ്യം പണിയുള്ളതാണ്. അതായത് നമ്മൾ സ്വന്തമായി ഒരു മേഖല കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ UG വിദ്യാർത്ഥികളെന്ന നിലക്ക് കുറച്ച് പ്രയാസമേറിയാണ്, എങ്കിലും അത് ചെയ്യേണ്ടവർക്ക് ചെയ്യുക. അതാണ് ഏറ്റവും റിസർച്ചിൽ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇതിൽ പറയണത്. അടുത്തതായിട്ടുള്ളതാണ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ പറഞ്ഞാൽ എ ഡിസർട്ടേഷൻ ഡിമോൺസ്ട്രേറ്റ് യുവർ മാസ്റ്ററി ഓഫ് ഫീൽഡ്. ഒരു ഡിസർട്ടേഷന് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത് ഉണ്ടാവും, അത് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതാണ്. അതായത് നമ്മളത് എങ്ങനെ ചെയ്യുന്നു, നമുക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് ഒരു ഡിസർട്ടേഷൻ നോക്കിയാൽ നമുക്ക് ഒരാൾക്ക് മനസ്സിലാകും. ദാറ്റ് മീൻസ് യു വിൽ നീഡ് ടു റീഡ് എ ലാർജ് എമൗണ്ട് ഓഫ് സ്കോളർഷിപ്പ് ഓൺ യുവർ ടോപ്പിക്. അപ്പോൾ എന്താവണം, നമ്മുടെ ആ ടോപ്പിക്കിൽ കുറേ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിക്കിൾ, വലിയൊരു വായനൻ്റെ ആവശ്യം നിർബന്ധമാണ്. ഡിസർട്ടേഷൻ ടൈപ്പിക്കലി ഇൻക്ലൂഡ് ചെയ്യുക ലിറ്ററേച്ചർ റിവ്യൂ സെക്ഷൻ ഓർ ചാപ്റ്റർ. അപ്പോൾ ഒരു ഡിസർട്ടേഷൻ ചെയ്യണമെങ്കിൽ അതിൽ എന്താവും, ഒരു ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചാപ്റ്റർ, ഈ രണ്ടാലൊരു സെക്ഷൻ ഉണ്ടാവും. കണ്ടക്ടിങ് എ ലിറ്ററേച്ചർ റിവ്യൂ പ്രൊവൈഡ് എ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ഇൻ യുവർ ചൂസൺ റിസർച്ച് ഏരിയ. അതായത് നമ്മൾക്കിപ്പോൾ എത്രത്തോളം നമ്മുടെ ഈ വിഷയത്തിൽ, അതായത് മുമ്പ് എന്തൊക്കെ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്താണ് ഇത് നിർബന്ധമാണ്. ഇറ്റ് ഹെൽപ്പ് ഇൻ സെലക്ടിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിസർച്ച് മെത്തേഡ് ബേസ്ഡ് ഓൺ വാട്ട് ഹാസ് ബീൻ സക്സസ്ഫുൾ ഇൻ പ്രീവിയസ് സ്റ്റഡീസ്. അതുപോലെ തന്നെ ഇപ്പോൾ മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇനി ഇതിൽ ഏത് രീതിയിലുള്ള പഠനമാണ് നടക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരുപാട് പഠനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ അതുപോലത്തെ ഇനി ഇതിൽ ഏത് രീതിയിലുള്ള പഠനമാണ് നടക്കേണ്ടത് ഉള്ളതൊക്കെ നമുക്ക് എന്താവും, ഇതിൽ നിന്ന് മനസ്സിലാകും നമുക്ക് ഈ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നതിലൂടെ. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എവിഡൻസ് ആൻഡ് കോണ്ടസ്റ്റ് ഫോർ യുവർ റിസർച്ച് മേക്കിംഗ് യുവർ ആർഗ്യുമെൻറ്റ് മോർ പെർസ്യൂസീവ്. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഒരുപാട് എവിഡൻസ്, അതേപോലെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് എന്താ നമ്മുടെ ആർഗ്യുമെൻറ്റിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്താം. അടുത്തതാണ് ഹൗ ടു കണ്ടക്ട് എ ലിറ്ററേച്ചർ റിവ്യൂ. എങ്ങനെ ഒരു ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യാന്നുള്ളതിന് ഫസ്റ്റത്തെ അതിൽ ഏവനെ ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്. നമുക്ക് അതിൻ്റെ സാധ്യതകളും പിന്നെ ഒബ്ജക്റ്റീവ്സൊക്കെ എന്താവുക ആദ്യം ഡിഫൈൻ ചെയ്യുക. Clearly define the scope of your literature review and set specific objectives. Decide what aspects you want to focus on.
അത് നമ്മളെന്തോ കൃത്യമായിട്ടുള്ള ഈ ഒരു പഠനം കൊണ്ട് ഇപ്പോൾ എന്തൊക്കെ ഇത് സ്കോപ്പ് ഉണ്ട്, ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ ഭാവിയിൽ ഇതിൽ എന്തെല്ലാം ഉപകാരം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്, അതൊക്കെ സെറ്റ് ചെയ്യുക, അത് ഡിഫൈൻ ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ടും എന്താവുക തീരുമാനിക്കുക. അടുത്തത് സെർച്ച് ആൻഡ് ഗ്യാദർ. പിന്നെ വരുന്നത് സെർച്ചും പിന്നെ ഡാറ്റകൾ ഒരുമിച്ച് കൂട്ടലാണ്. യൂസ് അക്കാദമിക് ഡാറ്റാബേസ്, ലൈബ്രറീസ് ആൻഡ് റെപ്യൂട്ടബിൾ സോഴ്സസ് ടു ഗീവ് റെലവൻറ്റ് ലിറ്ററേച്ചർ. കീപ് ട്രാക്ക് ഓഫ് സോഴ്സസ് ഫോർ സൈറ്റേഷൻ പർപ്പസ്. അതേപോലെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടുക? ഇപ്പോൾ അക്കാദമിക്കായിട്ടുള്ള പല പുസ്തകങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ലൈബ്രറീസിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റു റെലവൻ്റ് ആയിട്ടുള്ള ഇതിൽ നിന്ന്, ഇപ്പോൾ കൃത്യമായി ഓതർ അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിക്കേഷൻസൊക്കെ ഉള്ളതിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ എന്താണ്, നമ്മൾ അതിൻ്റെ സൈറ്റേഷൻ കൂടി, അത് റെഫറൻസ് കൃത്യമായി എഴുതി വെക്കും കൂടി വേണം. ഇനി അടുത്തതാണ് റീഡ് ആൻഡ് അനലൈസ്. നമുക്ക് കിട്ടിയ ഡാറ്റകൾ വായിക്കുക, അത് അനലൈസ് ചെയ്യുക. റീഡ് ദ സെലക്റ്റഡ് ലിറ്ററേച്ചർ ക്രിട്ടിക്കലി, ടേക്കിംഗ് നോട്ട്സ് ഓൺ കീ ഫൈൻഡിങ് മെത്തഡോളജീസ് ആൻഡ് എനി ഗ്യാപ്സ് ഓർ കോൺട്രാഡിക്ഷൻ ഇൻ റിസർച്ച്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് അതെന്താവുക, ഒരു നിരൂപണ രൂപത്തിൽ വായിക്കുക. അതേപോലെ അതിൽ നിന്ന് നോട്ട്സ് തയ്യാറാക്കുക, നമ്മളെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. പിന്നെ നമ്മൾ ഏതൊരു മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അതേപോലെ ഇനി ഇതിൽ വല്ല ഗ്യാപ്പും ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റായി വന്നിട്ടുണ്ടോ മുതലായവയൊക്കെ കുറിച്ച് മനസ്സിലാക്കുക. അടുത്തത് ഓർഗനൈസ് ആൻഡ് സിന്തസൈസ്. ഒരുമിച്ച് കൂട്ടിയും ഉദ്ഗ്രഹിക്കുകയും ചെയ്യുക. അതായത് കാറ്റഗറൈസ് ദ ലിറ്ററേച്ചർ ബേസ്ഡ് ഓൺ തീംസ് ഓർ ടോപ്പിക്സ്. നമ്മുടെ തീംസ് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് എന്താവുക, അത് പല വിഭാഗങ്ങളായിട്ട് ഇരിക്കുക. സിന്തസൈസ് ദ ഇൻഫർമേഷൻ ടു ഹൈലൈറ്റ് കീ ട്രെൻഡ്സ്, ഡിബേറ്റ്സ് ആൻഡ് ഗ്യാപ്സ് ഇൻ ദ എക്സിസ്റ്റിംഗ് നോളജ്. ആ വിഷയത്തിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ അതിൽ നടന്ന ഡിബേറ്റ്സ്, അതിൽ ഗ്യാപ്പ്, അതൊക്കെ എന്താവുക ഒരു സംശ്ലേഷണം ചെയ്യുകയും ചെയ്യാം. അടുത്തതായി വരുന്നത് എക്സിക്യൂട്ടിങ് ദ റിസർച്ച് പ്രൊജക്റ്റ്. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് കണ്ടെത്തി, അതിൽ ഡാറ്റ സെക്യൂരിറ്റി, ഇനി അത് ആ ടോപ്പിക്കിൽ എങ്ങനെ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ദ എക്സിക്യൂഷൻ ഓഫ് ദ റിസർച്ച് പ്രൊജക്ട്സ് ഇൻവോൾവ് വേരിയസ് സ്റ്റെപ്പ്. ഇതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, വിച്ച് ഇൻക്ലൂഡ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഒന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. അടുത്തത് അനലൈസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ അനലൈസ് ചെയ്യുക, അതിനെ വിശദീകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് ഫോർമുലേഷൻ ഓഫ് കൺക്ലൂഷൻ, പിന്നെ കൺക്ലൂഷനിൽ എത്തിച്ചേരുക എന്നുള്ളതും. ആൻഡ് ജനറലൈസേഷൻ, പിന്നെ ജനറലൈസേഷൻ ചെയ്യുക അഥവാ വർഗീകരിക്കുക. ദ റേഞ്ച് ഓഫ് റിസർച്ച് മെത്തേഡ് അവൈലബിൾ ഫോർ ഡിസൈനിങ്, ക്യാരിയിങ് ഔട്ട് ഓഫ് അനലൈസിങ് the result of research is wide and there are different ways of thinking about the categorizing them. പിന്നെ പറഞ്ഞത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അതേപോലെ നമുക്ക് എന്താ ഇപ്പോൾ ഒരുപാട് ഡിസൈനിങ് മെത്തേഡ്സൊക്കെ അവൈലബിൾ ആണ് എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. ത്രൂ ഔട്ട് ദ റിസർച്ച് പ്രോസസ്സ്, നമ്മൾ ഈ ഒരു റിസർച്ച് ചെയ്യുന്നതിലൂടെ റിമെമ്പർ ടു സീക്ക് ഗൈഡൻസ് ഫ്രം യുവർ സൂപ്പർവൈസർ. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സൂപ്പർവൈസറിൽ നിന്ന് എപ്പോഴും എന്താണ് നമ്മൾ ഗൈഡൻസ് സ്വീകരിക്കണം എന്നുള്ളതാണ്. ദേ ക്യാൻ പ്രൊവൈഡ് വാല്യുബിൾ ഫീഡ്ബാക്ക്. അവർക്ക് എന്താവും നല്ല മൂല്യവത്തായ ഫീഡ്ബാക്ക് തരാൻ കഴിയും. അതേപോലെ റെലവൻറ്റ് സോഴ്സസ്, നല്ല റെലവൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ, അതായത് കൃത്യമായിട്ടുള്ള റെഫറൻസ് തരാൻ കഴിയും. ആൻഡ് ഓവറോൾ സപ്പോർട്ട്, അതിലൊക്കെ ഉപരി നല്ലൊരു സപ്പോർട്ട് തരാനും അവർക്ക് കഴിയും. ഇനി അടുത്തത് ആറാമത്തെ വരുന്നത് റൈറ്റിംഗ് ആൻഡ് പ്രസൻറ്റേഷനാണ്. റൈറ്റ് യുവർ ഡിസർട്ടേഷൻ അലോസ് യു ടു കൺവേ യുവർ റിസർച്ച് ഫൈൻഡിങ്, അനലൈസ് ആൻഡ് കൺക്ലൂഷൻ ഇൻ എ ക്ലിയർ ആൻഡ് ഓർഗനൈസ്ഡ് മാനർ. അത് കൃത്യവും അതേപോലെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇതിൽ നമ്മളെന്താവുക, നമ്മുടെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടെത്തി അതെങ്ങനെയൊക്കെ വിശകലനം ചെയ്തു, അതേപോലെ നമ്മുടെ അവസാനമായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു കൺക്ലൂഷനിലെത്തിയത് അതൊക്കെ എഴുതലാണ്. It demonstrates your ability to conduct independent research, analyze data and present a cohesive argument. ഇതെന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കഴിവിനെയാണ്. അതായത് നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു റിസർച്ച് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഡാറ്റകൾ അനലൈസ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിന് എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക എന്നതൊക്കെ ഇത് കാണിക്കും. അടുത്തത് ഷെയർ യുവർ വർക്ക് ത്രൂ പ്രസൻറ്റേഷൻ ആഡ്സ് ടു ദ കളക്റ്റീവ് നോളജ് ഓഫ് യുവർ ഫീൽഡ്. നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതോട് കൂടെ എന്താവും, ആ ഒരു
മേഖലയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളും ആഡ് ചെയ്യാൻ കഴിയും. ഡെവലപ്പിംഗ് പ്രസൻറ്റേഷൻ സ്കിൽ ഈസ് വാല്യുബിൾ ഫോർ ഫർദർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ എൻഡോവേഴ്സ്. പിന്നെ നമുക്കെന്താ ഈ പ്രസൻറ്റേഷൻ സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അത് നമ്മുടെ മുന്നോട്ടുള്ള അക്കാദമിക് ജീവിതത്തിലും അതേപോലെ നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ അത് നമുക്ക് എന്താകും, ഒരു സഹായമാവും. Successfully writing and presenting your dissertation marks a significant achievement in your academic journey. അല്ല വൃത്തിയിൽ അല്ല കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു വിജയകരമായിട്ട് നമ്മൾ ഡിസർട്ടേഷൻ എഴുതുക, അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അക്കാദമിക് യാത്രയിലെ ഒരു വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻ്റ് എന്നാണ് പറഞ്ഞത്. ഔട്ട്ലൈൻ യുവർ ഡിസർട്ടേഷൻ വിത്ത് ക്ലിയർ സെക്ഷൻ ഫോർ ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മുടെ ഡിസർട്ടേഷൻ എന്താവുക, ഒരു കൃത്യമായ ഔട്ട്ലൈൻ കൊടുക്കുക. അതെങ്ങനെ, ഒരു ഇൻട്രൊഡക്ഷൻ, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ എടുക്കുക. അതായത് മുമ്പ് ഈ പഠനം നടന്നിട്ടുണ്ടോ ഇല്ല, ഇനി നടന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഏരിയ, അത് ഇന്നതാണ് മുതലായവ കൊടുക്കുക. അടുത്തത് മെത്തഡോളജി, നമ്മൾ ഏത് മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ക്രിട്ടിക്കലാണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണ് അല്ലെങ്കിൽ അനലിറ്റിക്കലാണ്, അങ്ങനെ ഏത് ഒരു ഇതിലാണോ ഉപയോഗിക്കുന്നത് അത്. അടുത്തത് ഡിസ്കഷൻസ്, നമ്മൾ അതിലെന്തൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിസൾട്ട്സ്, നമ്മൾ എന്തെല്ലാം റിസൾട്ടിലാണ് എത്തിയത്. ഇപ്പോൾ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണ്, അപ്പോൾ അതിന് ആദ്യം ഇൻട്രൊഡക്ഷൻ, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ, പിന്നെ മെത്തഡോളജി, പിന്നെ അതിൽ എന്തൊക്കെ വരും, പിന്നെ നമ്മളെ ഒരു റിസൾട്ട്, ഇപ്പോൾ നമ്മളൊരു ഫൈൻഡിങ്സ് ഉണ്ടാവില്ല അത്, ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഷന്. Start writing each section methodically, ensuring each paragraph follow logically from one to the next. അത് നമ്മൾ എഴുതുമ്പോൾ എന്താവുക, നമ്മൾ ആ മെത്തോഡിക്കലി അത് എല്ലാ സെക്ഷനും ഒന്നിനെ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പറഞ്ഞ ആ ഒരു ഫ്ലോ അടുത്തത് മറ്റേതുമായിട്ട് എന്താവണം, ലോജിക്കലി അത് ബന്ധപ്പെടണം. ഇത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒന്നിലൊന്ന് പറഞ്ഞോ അടുത്തത് ഒന്നിൽ പറയാം, അല്ലാതെ അങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകണം. ആഫ്റ്റർ കംപ്ലീറ്റിങ് എ ഡ്രാഫ്റ്റ്, ഇനി അങ്ങനെ നമ്മൾ ചെയ്ത ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ ഫസ്റ്റ് കോപ്പി, നമ്മൾ ഫസ്റ്റ് ചെയ്ത സാധനം ആയി. ടേക്ക് ടൈം ടു റിവൈസ് ആൻഡ് എഡിറ്റ് ഫോർ ക്ലാരിറ്റി, കൊഹറൻസ് ആൻഡ് ഗ്രാമറ്റിക്കൽ അക്യൂറൻസി. പിന്നെ നമ്മൾ വളരെയധികം സമയം എടുത്തിട്ട് എന്താവുക, അതൊന്നും കൂടി റിവൈസ് ചെയ്ത് വായിക്കുക, എന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്യുക, അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി, പിന്നെ അതൊന്നും കൂടി മെച്ചപ്പെടുത്തുക. പിന്നെ ഗ്രാമറ്റിക്കലി വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമാക്കുക. ഇനി അടുത്ത ഡിസർട്ടേഷൻ സൂപ്പർവൈസറാണ്. ആരാണ് ഡിസർട്ടേഷൻ സൂപ്പർവൈസർ? ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോള്, ഇനി അദ്ദേഹത്തിന് എലിജിബിലിറ്റി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ആക്റ്റീവ് സൂപ്പർവിഷൻ ബൈ ആൻ എക്സ്പീരിയൻസ്ഡ് ടീച്ചർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് എനി പ്രൊജക്റ്റ് വർക്ക്. ഏതൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിലൊരു ആക്റ്റീവായിട്ടുള്ള സൂപ്പർവിഷൻ, ഒരു മേൽനോട്ടം ലഭിക്കുക എന്നുള്ളത്, ആരിൽ നിന്നൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചറിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദ കാൻഡിഡേറ്റ്സ് ഷുഡ് ഫൈനലൈസ് ദ ടോപ്പിക്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ സൂപ്പർവൈസർ ആൻഡ് സീക്ക് ഹിസ് ഓർ ഹെർ അപ്രൂവൽ വെൽ ഇൻ ടൈം. അത് ഒരു വിദ്യാർത്ഥി അവൻ്റെ ആ ടോപ്പിക്ക് ഫൈനലൈസ് ചെയ്യേണ്ടത് അത് സൂപ്പർവൈസറുടെ അഭിപ്രായം തേടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താവണം, അപ്രൂവൽ ലഭിക്കുകയും കൂടി വേണം. ഇനി അദ്ദേഹത്തിൻ്റെ എലിജിബിലിറ്റിയാണ്, എലിജിബിലിറ്റി ഓഫ് ഡിസർട്ടേഷൻ സൂപ്പർവൈസർ. അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ, ഒരു ഡിസർട്ടേഷൻ സൂപ്പർവൈസറിന് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടാവണം എന്നതിനെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞത്. ഡിസർട്ടേഷൻ ഓർ പ്രൊജക്റ്റ് സൂപ്പർവൈസർ മേ ബി ഡ്രോൺ ഫ്രം ദ ഫോളോയിങ് കാറ്റഗറീസ്. നമ്മുടെ ഡിസർട്ടേഷൻ അല്ലെങ്കിൽ പ്രൊജക്ടറിൻ്റെ സൂപ്പർവൈസറെ ആരൊക്കെയാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് അതിനെ നിയമിക്കാൻ പറ്റുക എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ പറഞ്ഞത് ഫുൾ ടൈം ഫാക്കൽറ്റി മെമ്പർ ഓഫ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫുൾ ടൈം ഫാക്കൽറ്റി മെമ്പർ ആവുക ഒന്നാമത്. അല്ലെങ്കിൽ ഫാക്കൽറ്റി മെമ്പർ ഇൻ ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജ്, ഗസ്റ്റ് കോൺട്രാക്ട് പെർമനൻറ്റ് ഫാക്കൽറ്റി. അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിലെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലെ ഒരു ഫാക്കൽറ്റി ആവാം, ഗസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലുള്ള ടീച്ചറാവാം, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ആളും ആവാം. ഇനി റിട്ടയർഡ് ഫാക്കൽറ്റി മെമ്പർ ഓഫ് ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റീസ്. ഇനി റിട്ടയർഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ്, അത് ചിലപ്പം ഗവൺമെൻറ് കോളേജിലത്താവാം, അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലത്താവാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളത്താവാം. ഇനി അടുത്തത് അക്കാദമിക് കൗൺസിലർ അസോസിയേറ്റഡ് വിത്ത് ദ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അക്കാദമിക് കൗൺസിലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ. ഇനി അടുത്തത് PhD ഹോൾഡേഴ്സ് ഇൻ ദ റെലവൻറ്റ് സബ്ജക്റ്റ് ഓർ ഡിസിപ്ലിൻ. ആ ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലൊക്കെ ഉണ്ടാവുക PhD നേടിയിട്ടുള്ള സ്കോളേഴ്സിന് നമുക്ക് ചെയ്യാൻ കഴിയും.
ഇനി എട്ടാമത് വരുന്നത് ബയോഡാറ്റ കം സർട്ടിഫിക്കറ്റ് ഓഫ് സൂപ്പർവൈസർ വിവരവും അതേപോലെ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും. സബ്മിറ്റ് ദ ബയോഡാറ്റ കം സർട്ടിഫിക്കറ്റ് ഓഫ് യുവർ സൂപ്പർവൈസർ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. അതായത് നമ്മളെന്താവണം, നമ്മളെ സൂപ്പർവൈസറുടെ ബയോഡാറ്റ കം സർട്ടിഫിക്കറ്റ് എന്താവണം, താഴെ പറയുന്ന അതായത് വലിയ ഒരു ഫോർമാറ്റ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ എന്താവണം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അലോങ് വിത്ത് യുവർ ഡിസർട്ടേഷൻ പ്രോജക്റ്റ് റിപ്പോർട്ട് ടു ദ ലേണർ സപ്പോസ് സെൻറ്റർ ബിഫോർ ദ ലാസ്റ്റ് ഡേ ബൈ ദ യൂണിവേഴ്സിറ്റി ഫോർ സബ്മിഷൻ. അതായത് യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് എന്താവണം അത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഒമ്പതാമത്തെ വരുന്നത് അക്കാദമിക് ഇൻറ്റഗ്രിറ്റിയാണ്. അതായത് ഒരു സമ്പൂർണ്ണത, എങ്ങനെയാണ് ഒരു ഡിസർട്ടേഷൻ സമ്പൂർണ്ണമാവുക എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പരിപൂർണത ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ലേണേഴ്സ് ഷുഡ് ബി അവെയർ ഓഫ് വേരിയസ് ഫോം ഓഫ് അക്കാദമിക് മിസ്കണ്ടക്ട് വിച്ച് ആർ നോട്ട് എൻകറേജ്ഡ്. അതായത് ഒരു ലേണേഴ്സ് എന്താവണം അക്കാദമിക് മിസ്കണ്ടക്ട് എന്നൊക്കെ തൻ്റെ ഡിസർട്ടേഷന് ഒഴിവാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ അക്കാദമിക് മിസ്കണ്ടക്ട് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് പ്ലാഗറിസം. അതായത് പ്ലാഗറിസം എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു സാധനം എന്താ, വേറെ ഒരാൾ ചെയ്ത സാധനം നമ്മൾ അതേപോലെ കോപ്പി അടിച്ച് ചെയ്യുക, എന്നിട്ട് റെഫറൻസും മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കാതെ കോപ്പി അടിക്കുന്നതിനാണ് പ്ലാഗറിസം എന്ന് പറയുന്നത്. പ്രസൻറ്റിങ് വർക്ക് ഓർ ഐഡിയാസ് ഫ്രം അനദർ സോഴ്സ് ആസ് യുവർ ഓൺ. നമ്മളെന്താ വർക്കോ അല്ലെങ്കിൽ ഐഡിയ ഒക്കെ എന്താ പ്രസൻറ്റ് ചെയ്യുക, അതായത് മറ്റൊരു സോഴ്സിൽ നിന്നുള്ള ഐഡിയാസ് വർക്കൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, നമ്മളത് എങ്ങനെ നമ്മുടേതായിട്ട് വിത്തൗട്ട് കൺസെൻറ്റ് ഓഫ് ദ ഒറിജിനൽ ഓതർ. നമ്മൾ ഒറിജിനൽ ഓതറിനെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്യാതൊക്കെ അത് ചെയ്യുക. ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഇറ്റ് ഇൻ ടു യുവർ വർക്ക് വിത്തൗട്ട് ഫുൾ അക്നോളജ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പ്ലാഗറിസം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പ്ലാഗറിസം എന്ന് പറയുക. ഇത് ഒരാളെ സാധനം എന്താവുക എടുത്ത് അതേപടി നമ്മൾ എഴുതുക. ആൾ പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് മെറ്റീരിയൽ വെദർ ഇൻ മാനുസ്ക്രിപ്റ്റ് പ്രിൻറ്റഡ് ഓർ ഇലക്ട്രോണിക് ഫോം ഈസ് കവേർഡ് അണ്ടർ ദിസ്. ഇത് പബ്ലിഷ് ചെയ്ത സാധനമായാലും കുഴപ്പമില്ല, ഇനി പബ്ലിഷ് ചെയ്യാത്തതാണ് അല്ല, ഇനിയിപ്പോൾ ഇത് ടെക്സ്റ്റ് രൂപത്തിലാണ് അല്ലെങ്കിൽ പ്രിൻ്റ് രൂപത്തിലാണ് പിന്നെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ എന്താവും ഈ ഒരു കാറ്റഗറീൻ്റെ കീഴിൽ വരും. ദ യൂസ് ഓഫ് മെറ്റീരിയൽ ജനറേറ്റഡ് ഓൺലി ഓർ ഇൻ പാർട്ട് ത്രൂ യൂസ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ആൾസോ ബി കൺസിഡർഡ് ആസ് പ്ലാഗറിസം. ഇനി അതേപോലെ AI ഉപയോഗിച്ചിട്ട് ചെയ്യുക, ഇപ്പോൾ ChatGPT ഒക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതും ഈ പ്ലാഗറിസത്തിൻ്റെ അടിയിൽ തന്നെയാണ് വരിക. പ്ലാഗറിസം ക്യാൻ ആൾസോ ഇൻക്ലൂഡ് റീയൂസിങ് യുവർ ഓൺ വർക്ക് വിത്തൗട്ട് സൈറ്റേഷൻ. ഈ പ്ലാഗറിസം ഏതും കൂടി ഉൾപ്പെടും. നമ്മളെന്താവുക നമ്മൾ സ്വന്തം വർക്ക് തന്നെ എന്താവുക സൈറ്റേഷൻ കൂടാതെ ചെയ്യുന്നതും പ്ലാഗറിസത്തിൻ്റെ കീഴിൽ തന്നെ വരും. അണ്ടർ ദ റെഗുലേഷൻ ഫോർ എക്സാമിനേഷൻ ഇൻറ്റേർണൽ ഓർ റെഗുലസ് പ്ലാഗറിസം ഇസ് എ ഡിസിപ്ലിനറി ഒഫൻസ്. അതൊരു ഡിസിപ്ലിനറി ഒഫൻസ് ആയിട്ടാണ് ഈ പ്ലാഗറിസത്തെ കാണുന്നത്, ഒരു അച്ചടക്ക ലംഘനമായിട്ടാണ് അതിനെ കാണുന്നത്. അടുത്തത് തന്നെ സെൽഫ് പ്ലാഗറിസമാണ്. അതായത് സെൽഫ് പ്ലാഗറിസം മീൻസ് റീയൂസിങ് യുവർ ഓൺ previously published work, whether text, data or ideas without proper acknowledgement or permission, as if it were new and it will be considered as a form of academic dishonesty. അതായത് ഇനി സ്വന്തം സാധനം എന്താവുക നമ്മൾ മുമ്പ് പബ്ലിഷ് ചെയ്തതോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡാറ്റ ഐഡിയാസ് ഒക്കെ എന്താവുക കൃത്യമായ ഒരു അക്നോളജ്മെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെ എന്താവുക നമ്മൾ സ്വന്തം സാധനങ്ങൾ തന്നെ ഇത് ചെയ്യുക, അതും ഈ സെൽഫ് പ്ലാഗറിസത്തിൽ വരും. അടുത്ത ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെൻറ്റിങ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ഓർ സോഴ്സ്. അതായത് ഒരു ഇല്ലാത്ത ഡാറ്റ അല്ലെങ്കിൽ സോഴ്സ് നമ്മളെന്താവുക സ്വന്തമായി അങ്ങനെ ഉണ്ടാക്കുക, പുതുതായി ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു സാധനം ഇല്ല, അപ്പോൾ ഇയാൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കൂലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കവിനെ കുറിച്ച് ചെയ്താണ്, അപ്പോൾ ആ കവി ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പോൾ അങ്ങനെ ചെയ്യണതിനാണ് ഫാബ്രിക്കേഷൻ എന്ന് പറയുക. അടുത്തത് ചീറ്റിങ് അൺഓതറൈസ്ഡ് അസിസ്റ്റൻ്റ് ഇൻ അക്കാദമിക് വർക്ക്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻ്റ് എന്താ ചെയ്യുക. പിന്നെ അടുത്തത് മിസ് റെപ്രസെൻറ്റേഷൻ, അത് പറഞ്ഞാൽ പ്രൊവൈഡിങ് ഫാൾസ് ഇൻഫർമേഷൻ അബൌട്ട് അക്കാദമിക് വർക്ക്. തെറ്റായ വിവരങ്ങൾ എന്താവുക നമ്മുടെ അക്കാദമിക് വർക്കിനെ കുറിച്ച് തരിക. പിന്നെ അൺഓതറൈസ്ഡ് കൊളാബറേഷന്, അതായത് അറിയപ്പെടാത്ത അൺഓതറൈസ്ഡ് ആയ കൊളാബറേഷൻ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്കിംഗ് വിത്ത് അതേഴ്സ് വെൻ ഇൻഡിവിജ്വൽ വർക്ക് ഈസ് റിക്വയർഡ്. അതായത് ഇൻഡിവിജ്വൽ വർക്കാണ് നമുക്ക് ആവശ്യം, അപ്പോൾ എന്താവുക മറ്റുള്ളവരോടൊപ്പം കൂടിയിട്ട് ചെയ്തിട്ട് എന്താവുക
ഒന്ന് രണ്ട് ആൾക്കാർ കൂടിയൊരു ഡിസർട്ടേഷൻ ചെയ്യുക, അതൊക്കെ അൺഓതറൈസ്ഡ് കൊളാബറേഷനിൽ വരുന്നതാണ്. ദീസ് ഫോംസ് ഓഫ് മിസ്കണ്ടക്ട് വിൽ ലീഡ് ടു ക്യാൻസലേഷൻ ഓഫ് ദ റിപ്പോർട്ട് ആൻഡ് പണിഷ്മെൻറ്റ് ആസ് പെർ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താകും, നമ്മുടെ ഡിസർട്ടേഷൻ ക്യാൻസലേഷൻ ആവാൻ കാരണമാവും ചെയ്യും. അതേപോലെ യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗത്തു നിന്നുള്ള പണിഷ്മെൻറ്റ് നേരിടാൻ വേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അവിടെ, ദ ഡിസർട്ടേഷൻ പ്രൊജക്ട് റിപ്പോർട്ട് മസ്റ്റ് ബി ദ ഒറിജിനൽ വർക്ക് ഓഫ് ദ കാൻഡിഡേറ്റ്. ഒറിജിനൽ വർക്കാണ് കാൻഡിഡേറ്റിൻ്റെ. പിന്നെ എവറി കാൻഡിഡേറ്റ് ഈസ് റിക്വയർ ടു മേക്ക് ഹിസ് ഓർ ഹെർ ഓൺ സ്റ്റഡി ആൻഡ് ഫൈൻഡിങ്സ്. എല്ലാ കാൻഡിഡേറ്റ്സും എന്താവണം, അവൻ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റഡിയും ഫൈൻഡിങ്സും വേണം. 2 candidates cannot submit a common dissertation project report on the same topic. ഒരേ വിഷയത്തിൽ എന്താവില്ല, രണ്ടാൾക്ക് ഒരു ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. ദ പ്രസൻറ്റേഷൻ ഓഫ് മെറ്റീരിയൽ കോമൺ വിത്ത് എനി റിപ്പോർട്ട് സബ്മിറ്റഡ് ഇൻ ദ സെയിം സെഷൻ ഓർ ഇൻ ദ പാസ്റ്റ് ഈസ് എനി ഡിപ്പാർട്ട്മെൻറ്റ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി കൺസിഡർഡ് ആസ് എ കേസ് ഓഫ് കോപ്പിംഗ് ആൻഡ് വുഡ് ലീഡ് ടു cancellation ഓഫ് ദ ഡിസർട്ടേഷൻ പ്രോജക്റ്റ് റിപ്പോർട്ട് apart from registration of unfair main case under the regulation for the prevention of malpractice in university examination 2023 against the candidates. അതായത് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു സാധനം എന്താവും, അതേപടി പിന്നെയും ചെയ്താൽ കോപ്പിങ് ഉണ്ടല്ലോ, അത് ചെയ്താൽ എന്താകും, ഡിസർട്ടേഷൻ ക്യാൻസൽ ആവാൻ കാരണമാവും ചെയ്യും. പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ കോപ്പിയടി എന്നുള്ള പ്രിവെൻറ്റ് ഓഫ് മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു റെഗുലേഷൻ പ്രകാരം എന്താവും ആക്ഷൻ എടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്ത് ഡിസർട്ടേഷൻ സബ്മിഷനാണ്. Learners must submit one hard copy of the complete dissertation project before the last date notified by the university to their respective learner support center. അതായത് ലാസ്റ്റ് ഡേറ്റിൻ്റെ മുമ്പ് എന്താവണം, ഒരു ഹാർഡ് കോപ്പി, അതായത് പ്രിൻറ്റഡ് കോപ്പി എന്താവണം, ഓരോ വിദ്യാർത്ഥിയും അവരുടെ ലേണർ സപ്പോർട്ട് സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യണം. ദ ഡിസർട്ടേഷൻ ഷുഡ് ബി ഹാർഡ് ബൗണ്ട് സ്പൈറൽ ബൗണ്ട് വിത്ത് ഡബിൾ സൈഡ് പ്രിൻറ്റിങ്. ഡിസർട്ടേഷൻ എന്താവണം, അത് ഹാർഡ് കോപ്പി ആവണം. പിന്നെ അത് ബൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്പൈറൽ ബൗണ്ട് ചെയ്യണം. 2 സൈഡും പ്രിൻ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം. പിന്നെ ഡു നോട്ട് യൂസ് പ്ലാസ്റ്റിക്സ് ആസ് കവർ. പ്ലാസ്റ്റിക്കുകൾ എന്താ പറയുന്നത്, കവറായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുത്. പിന്നെ ഫേസിങ് ഷീറ്റ് ഓർ ഫോർ ലാമിനേഷൻ, ഫേസിങ് ഷീറ്റായിട്ടോ അല്ലെങ്കിൽ ലാമിനേഷനൊക്കെ വേണ്ടി പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുത്. പിന്നെ സ്റ്റുഡൻസ് മേ ചൂസൺ ടു സബ്മിറ്റ് എയ്തർ എ പ്രിൻറ്റഡ് ഓർ ഹാൻഡ് റിട്ടൺ ഡിസർട്ടേഷൻ. സ്റ്റുഡൻസിന് എന്താ, ഒന്നങ്ങ് പ്രിൻറ്റഡ് ആയിട്ടുള്ളത് ചെയ്യുക, അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളതും ചെയ്യാം. പ്രിൻറ്റഡ് ഡിസർട്ടേഷൻ ഷുഡ് നോട്ട് എക്സീഡ് 25 pages. ഇനി പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഡിസർട്ടേഷൻ ആണെങ്കിൽ 25 പേജിനുണ്ടാകാൻ പാടില്ല, കൂടാൻ പാടില്ല. വൈൽ ഹാൻഡ് റിട്ടൺ ഡിസർട്ടേഷൻ മേ ഗോട്ട് അപ്പ് ടു എ മാക്സിമം ഓഫ് 13 pages. ഇനി എഴുതിയതാണെങ്കിൽ എന്താവണം, അതൊരു 30 പേജ് വരെ ആകാം. The project must be submitted on or before the last date notified for submission with the certificate, signature and seal of the supervisor to the respective learners support center. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ എന്താവണം, ഇത് സബ്മിറ്റ് ചെയ്യണം. ഏത് നമ്മൾ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റോട് കൂടി. അതേപോലെ സിഗ്നേച്ചർ സൂപ്പർവൈസറെ സിഗ്നേച്ചറും സീലും ഒക്കെ അതൊക്കെ ഉൾപ്പെടെ ലേണർ സപ്പോർട്ട് സെൻറ്ററിൽ എന്താവണം, സബ്മിറ്റ് ചെയ്യണം. ദ ലേണർ മസ്റ്റ് അറ്റൻഡ് എ വൈവ വോയിസ് ഓഫ് ദ ഡിസർട്ടേഷൻ പ്രൊജക്ട് ഫോർ ദ കംപ്ലീറ്റേഷൻ ഓഫ് ദ കോഴ്സ് ഓൺ എ ഡേറ്റ് ആൻഡ് വെന്യൂ നോട്ടിഫൈഡ് ദ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി പറഞ്ഞ സമയത്ത് സ്ഥലത്ത് എന്താവണം, ഓരോ വിദ്യാർത്ഥിയും എന്താവണം, ഒരു വൈവയും കൂടി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതും കൂടി ചെയ്താലാണ് എന്താവുക, ഡിസർട്ടേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. One hard copy of the dissertation should be kept by learner and bring it while appearing for the viva voice examination. അതായത് വൈവയ്ക്ക് വരുമ്പോൾ എന്താണ്, ഒരു വിദ്യാർത്ഥി എന്താണ്, ഒരു ഹാർഡ് കോപ്പി ഓനും കയ്യിൽ കരുതണം. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു റിട്ടേൺ എ സോഫ്റ്റ് കോപ്പി ഓഫ് ദ ഡിസർട്ടേഷൻ ബൈ ദ ലേണർ. ആ സോഫ്റ്റ് കോപ്പി, അതായത് നമ്മൾ ചെയ്ത സോഫ്റ്റ് കോപ്പി അതിങ്ങനെ നിലനിർത്തുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞത്. അതായത് ഡിലീറ്റാക്കി കളയാതിരിക്കുക. ഇനി ഇതിൻ്റെ ഫോർമാറ്റാണ്, എങ്ങനെ ഇത് ചെയ്യേണ്ടതുള്ളത്. ദ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ്സ് ദ ഫോളോയിങ് ജനറൽ ഫോർമാറ്റ് ഓഫ് BA ഡിസർട്ടേഷൻ പ്രോജക്റ്റ് ഇൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ യൂണിവേഴ്സിറ്റി എന്താണ് താഴെ പറയുന്ന ഒരു ജനറൽ ഫോർമാറ്റാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നോക്കാം. ആദ്യം സ്ട്രക്ചർ ഓഫ് ദ ഡിസർട്ടേഷൻ പ്രോജക്റ്റ്, അതിനെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ സ്ട്രക്ചർ ആദ്യം കവർ പേജാണ്. ഈ കവർ പേജിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടതെന്നുള്ളതാണ്. ഒന്ന് ടൈറ്റിൽ ഓഫ് ദ ഡിസർട്ടേഷൻ ഓർ പ്രൊജക്റ്റ്,
അതിൻ്റെ ഹെഡിങ് ആണ് ആദ്യം വേണ്ടത്. പിന്നെ നെയിം ഓഫ് ദ ലേണർ, വിദ്യാർത്ഥിൻ്റെ പേര്, എൻറോൾമെൻറ്റ് നമ്പറും പിന്നെ പ്രോഗ്രാം നെയിം. ഇപ്പോൾ ഉദാഹരണത്തിന് BA ഇംഗ്ലീഷ് ആണെങ്കിൽ BA ഇംഗ്ലീഷ്, BA മലയാളം ആണെങ്കിൽ BA മലയാളം, ഇനി ഈ BA അറബി ആണെങ്കിൽ BA അറബി, അല്ലെങ്കിൽ സംസ്കൃതം അങ്ങനെ എഴുതുക, ഹിന്ദി അത് അങ്ങനെയൊക്കെ എഴുതാം. അടുത്ത നെയിം ഓഫ് ദ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് എഴുതുക. അടുത്ത് സബ്മിഷൻ ഡേറ്റ്, എന്നാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ്. അടുത്ത് തന്നെ സർട്ടിഫിക്കറ്റ്സ് ആണ്. ദ സർട്ടിഫിക്കറ്റ് ഫ്രം ദ സൂപ്പർവൈസർ, അതായത് സൂപ്പർവൈസറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്. A certificate is to be attached with the report as page 2 signed by the supervisor certifying that the work is originally completed under the guidance. അതായത് ഈ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ ഈ സർട്ടിഫിക്കറ്റ് എന്തിനെ കുറിച്ചാണുള്ളത് വെച്ചാൽ നമ്മൾ ഈ വർക്ക് ഒറിജിനലാണ്, നമ്മൾ തന്നെ ചെയ്തതാണ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിൻ്റെ കീഴിലാണ് നമ്മളിത് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇത് വേണ്ടത്. അതിൽ സൂപ്പർവൈസറെ 2 ഒപ്പും കൂടി വേണം. ഇനി അടുത്ത ഡിക്ലറേഷൻ ബൈ ദ ലേണർ, a statement signed by the learner declaring that the dissertation project in their original work it is to be attached with the report as page 3. പേജ് 3 അറ്റാച്ച് ചെയ്യണം. എന്താ വെച്ചാൽ വിദ്യാർത്ഥിയിൽ നിന്നുള്ള ഡിക്ലറേഷനാണ്, അതായത് ഇത് ഓൻ സ്വന്തമായി ചെയ്തതാണ്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി സ്വന്തമായി ചെയ്തതാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിക്ലറേഷനാണ്. അടുത്തത് അക്നോളജ്മെൻ്റ് ആണ്. അക്നോളജ്മെൻ്റ് പറഞ്ഞാൽ അംഗീകാരം. ഇത് എന്നാൽ ബ്രീഫ് സെക്ഷൻ വേർ ലേണേഴ്സ് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദോസ് ഹു സപ്പോർട്ട് ദം ഇൻ ദ കംപ്ലീറ്റേഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. അതായത് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആരൊക്കെ നമ്മളെ സഹായിച്ചു അതിനെക്കുറിച്ചുള്ള നമ്മളൊരു നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇതൊരു വലിയ ബ്രീഫായിട്ടുള്ള സെക്ഷനാണ്. അടുത്ത ടേബിൾ ഓഫ് കോണ്ടൻസ് ആണ്. ലിസ്റ്റ് ഓഫ് ഓൾ സെക്ഷൻസ് ആൻഡ് സബ്സെക്ഷൻ ഓഫ് ദ ഡിസർട്ടേഷൻ വിത്ത് ദ പേജ് നമ്പർ. അതായത് പേജ് നമ്പറോട് കൂടി ഈ ഒരു ഡിസർട്ടേഷനിൽ എന്തെല്ലാം സെക്ഷന് അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ ഏതൊക്കെ സബ്സെക്ഷൻ വരുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ്. അടുത്തത് ഡിസർട്ടേഷൻ ചാപ്റ്റേഴ്സ്. ദ സ്ട്രക്ചർ ഓഫ് ദ ഡിസർട്ടേഷൻ ഷുഡ് ഫോളോ ദിസ് ഫോർമാറ്റ്. മെയിൻ ടെസ്റ്റ് ഇൻക്ലൂഡ് 4 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. അതായത് മെയിൻ ടെസ്റ്റ് 4 ചാപ്റ്ററിൽ വരേണ്ടത്. അതിൽ ഏതൊക്കെ വരണം? ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും. അപ്പോൾ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷന്, ചാപ്റ്റർ 2 പിന്നെ നമ്മൾ എന്താണ് അതിൽ ചെയ്തിട്ടുള്ള സെർച്ചുകൾ അത്, പിന്നെ നമ്മുടെ ഫൈൻഡിങ്സ് അതൊക്കെ വരും 2ഉം 3ഉം ചാപ്റ്റർ 4ൽ കൺക്ലൂഷൻ. ഇനി അടുത്ത് റെഫറൻസ്. ഇൻക്ലൂഡ് ആൾ സോഴ്സസ് സൈറ്റഡ് ഇൻ ദ ഡിസർട്ടേഷൻ ഇൻ MLA 8th എഡിഷൻ സ്റ്റൈൽ ആസ് ഗീവൺ ബിലോ. താഴെ നൽകിയിട്ടുള്ള MLA ഫോർമാറ്റിൽ, അതായത് 8th എഡിഷൻ MLA ഫോർമാറ്റിലാണെന്ത് നമ്മൾ റെഫറൻസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ ഒരു ബുക്ക് നമ്മൾ എഴുതും, പിന്നെ സിംഗിൾ ഓതറുള്ളൊരു ബുക്കാണെങ്കിൽ ആദ്യം ഓതേഴ്സ് ലാസ്റ്റ് നെയിം. ഇപ്പോൾ ഓതേഴ്സിൻ്റെ ലാസ്റ്റ് നെയിം എഴുതും, പിന്നെ ഫസ്റ്റ് നെയിം എഴുതും, പിന്നെ ടൈറ്റിൽ ഓഫ് ബുക്കിൻ്റെ ടൈറ്റിൽ എഴുതും, പിന്നെ അത് പബ്ലിഷ് അതാരെ പബ്ലിഷ് ചെയ്തത് അത് എഴുതും, അതിൻ്റെ ഇയർ എഴുതും. ഇപ്പോൾ ഉദാഹരണത്തിന് മേരി ഷെല്ലിൻ്റെ ഒരു ബുക്കാണ് ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താവും ഷെല്ലിന്ന് എഴുതും, അതാണ് ഓതറിൻ്റെ ലാസ്റ്റ് നെയിം. അപ്പോൾ ഷെല്ലിന്ന് എഴുതി, പിന്നെ ഫസ്റ്റ് നെയിം എഴുതും മേരി, അപ്പോൾ മേരി ഷെല്ലി. പിന്നെ ബുക്കിൻ്റെ പേരാണ് ഫ്രാങ്കിസ്റ്റൺ, അത് എഴുതും. പിന്നെ പബ്ലിഷിങ് ലാക്കിങ്സ്റ്റൺ, ഹ്യൂജസ് ഹാർഡിങ്, മേവേഴ്സ് ആൻഡ് ജോൺസ്. ഇനി പബ്ലിഷിങ് ഇയർ അങ്ങ് 1818. ഇനി 2 ഓതേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓതേഴ്സിൻ്റെ ലാസ്റ്റ് നെയിം എഴുതും, എന്നിട്ട് ഫസ്റ്റ് നെയിം എഴുതും, എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ഓതേഴ്സിൻ്റെ ഫസ്റ്റ് നെയിം എഴുതും, ലാസ്റ്റ് നെയിം എഴുതും, പിന്നെ ടൈറ്റിൽ ഓഫ് ബുക്ക് എഴുതും, പബ്ലിഷ് ചെയ്തും, ഇയർ എഴുതും. ഇപ്പോൾ എക്സാമ്പിൾ 2 ഓതേഴ്സിൻ്റെയാണ്. ഇപ്പോൾ ഹാവിൻ സ്റ്റാൻ എഴുതി, എന്നിട്ട് അതിപ്പോൾ ഇയാളെ ഫസ്റ്റ് നെയിമാണ് സ്റ്റാന്, സെക്കൻഡ് നെയിം ഹാവിൻസ്, അത് എഴുതി. അത് കഴിഞ്ഞിട്ടാണ് ഇനി 2ാമത്തെ ഓതറാണ് സാറ നിബ്ലോക്ക്, അത് അതേപോലെ എഴുതി. പിന്നീട് ബുക്ക് നെയിം എഴുതും, പ്രിൻസ് ദ മേക്കിംഗ് ഓഫ് എ പോപ്പ് മ്യൂസിക് ഫിനോമോണി, അത് എഴുതും. പിന്നെ അതിൻ്റെ പബ്ലിഷ് അഗസ്റ്റൻ, പിന്നെ 2011. ഇനി ആർട്ടിക്കിൾ ഫ്രം ജേർണൽസ് ആണെങ്കിൽ ഓതേഴ്സ് ലാസ്റ്റ് നെയിം എഴുതും, പിന്നെ ഫസ്റ്റ് നെയിം എഴുതും, ക്യാപിറ്റലൈസ്ഡ് ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ, പിന്നെ ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ഇറ്റാലിക്കൽ ജേർണൽ ടൈറ്റിൽ, വോളിയം, നമ്പർ, സെഷൻ ഓർ മന്ത്, ഇയർ, പേജ് നമ്പർ, പിന്നെ ക്യാപിറ്റലൈസ്ഡ് ഇറ്റാലൈസ്ഡ് നെയിം ഓഫ് ഡാറ്റാബേസ് ആപ്ലിക്കബിൾ ഒക്കെ എക്സാമ്പിൾ അടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി വെബ്സൈറ്റ് ആണെങ്കിലും അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഓതേഴ്സ്, പിന്നെ ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ, പിന്നെ ടൈറ്റിൽ ഓഫ് വെബ്സൈറ്റ് ഇൻ ഇറ്റാലിക്സ്, വെബ്സൈറ്റ്, പബ്ലിഷർ, പിന്നെ
ഡേറ്റ് ഓഫ് പബ്ലിക്കേഷന്, അതിൻ്റെ സൈറ്റ് അങ്ങനെയൊക്കെ കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഈ ടൈപ്പോഗ്രാഫിക്കൽ ഇൻസ്ട്രക്ഷൻസാണ്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോണ്ട് എങ്ങനെ ആവണം, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് എഴുതേണ്ടത്, അപ്പോൾ സ്പേസിങ്, അതുപോലത്തുള്ള പേജിൻ്റെ മാർജിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിൽ പറഞ്ഞത് റെക്കമെൻഡ് ടോട്ടൽ പേജ്. അപ്പോൾ ടൈപ്പിംഗ് ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ടോട്ടൽ പേജ് പറഞ്ഞാൽ മിനിമം ഓഫ് 25 പേജാണ്. 25 പേജ് എന്തായാലും വേണം. പിന്നെ ഹാൻഡ് റിട്ടൺ ഡിസർട്ടേഷൻ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ എന്താണ് മിനിമം ഓഫ് 13 പേജ്, മിനിമം 30 പേജ്. മറ്റേതാണെങ്കിൽ മിനിമം 25 പേജ് ആണോ, എഴുതുകയാണെങ്കിൽ 30 പേജ് ആണോ. പ്ലേസ് ആൾ പേജ് നമ്പർ ടു ദ റൈറ്റ് ഓഫ് ദ പേജ്. ഒരു പേജിൻ്റെ വലതുഭാഗത്താണ് പേജ് നമ്പർ ഇടുക. ഫ്രം ദ ബോട്ടം റൈറ്റ് എഡ്ജ്, മേലത്തെ റൈറ്റ് എഡ്ജിൻ്റെ. പിന്നെ ദ പേജിനേഷൻ ഓൺ ദ ഫസ്റ്റ് പേജ് ഷുഡ് ബി ഹിഡൻ. ആദ്യത്തെ പേജ് നമ്പർ ഇടുന്ന എന്താണ്, ഹിഡൻ ആയിട്ടാണ്. പിന്നെ പേപ്പർ മസ്റ്റ് ബി A4 സൈസ് ഓൺലി, A4 സൈസിൽ ആവണം പേപ്പർ. പിന്നെ ദ പ്രൊജക്ട് നീഡ് ടു ദ സ്പൈറൽ ബോണ്ട് ഓർ ഹാൻഡ് ബോണ്ട്. ഒന്നുകിൽ സ്പൈറലായിട്ട് ബോണ്ട് ചെയ്യണം കടയിൽ പോയിട്ട്, അല്ലെങ്കിൽ സ്വന്തം നമുക്ക് ചെയ്യാം, ഹാൻഡായിട്ട് ചെയ്യാം. ആൻഡ് ഡബിൾ സൈഡ് പ്രിൻറ്റിങ് ക്യാൻ ബി ഡൺ. പിന്നെ അടുത്ത പാരഗ്രാഫ്സ് ആൻഡ് ലൈൻ സ്പേസിങ്. പാരഗ്രാഫും ലൈൻ സ്പേസിങ്ങാണ് പറഞ്ഞത്. ഡബിൾ സ്പേസ് ബിറ്റ്വീൻ ലൈൻസ്. ലൈനിൻ്റെ ഓരോ വരിൻ്റെ ഇടയിൽ 2 സ്പേസ് വിടണം, MLA ഫോർമാറ്റ്. പിന്നെ ഡബിൾ സ്പേസ് ബിറ്റ്വീൻ പാരഗ്രാഫ്സ്. ഈ പാരഗ്രാഫിൻ്റെ ഇടയിലും ഡബിൾ സ്പേസ് വിടണം. നോ അഡീഷണൽ സ്പേസ് ബിറ്റ്വീൻ പാരഗ്രാഫ്സ്. അതിൽ വേറെ അഡീഷണൽ ആയിട്ടുള്ള സ്പേസ് ഒന്നും വിടാൻ പാടില്ല. സ്റ്റാർട്ട് ന്യൂ ചാപ്റ്റർ ഓൺ ന്യൂ പേജ്. പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണെങ്കിൽ പുതിയ പേജ് തുടങ്ങണം. പിന്നെ ചാപ്റ്റർ ഹെഡിങ് എന്താവണം, ബോൾഡ് ആവണം. പിന്നെ സെൻട്രേഡ് ആവണം. മസ്റ്റ് ബി ഐഡൻറ്റിക്കൽ, അതായത് കട്ടി കൂട്ടിയതും പേജിൻ്റെ സെൻറ്റർ ആയ രീതിയിലും. ഇത് നമ്മൾ MS വേർഡിൽ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ. വേർഡിനെ കുറിച്ചൊരു ധാരണ കൂടി വേണം നമ്മളിത് ചെയ്യുമ്പോൾ. അപ്പോൾ വേർഡിൽ കൃത്യമായി നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് പറയാം. ഇനി അടുത്ത് ചാപ്റ്റർ ഹെഡിങ് ആണ്. ടൈംസ് ന്യൂ റോമൻ ഹെഡിങ് എന്താണ്, ടൈംസ് ന്യൂ റോമൻ എന്നുള്ള ഫോണ്ടിലാണ്. അതിൻ്റെ സൈസ് 16 ആണ്. പിന്നെ അത് ബോൾഡ് ചെയ്യണം. പിന്നെ ഡബിൾ സ്പേസിങ് കൊടുക്കണം. പിന്നെ സെൻറ്റർ ഓഫ് പേജിൻ്റെ സെൻറ്ററിലാവണം. അടുത്ത് സബ് ഹെഡിങ് പറഞ്ഞാൽ ടൈംസ് ന്യൂ റോമൻ തന്നെയാണ് ഫോണ്ട്, സൈസ് 14 മതി. പിന്നെ ബോൾഡ് ആവണം. പിന്നെ 1.5 സ്പേസിങ് മതി. പിന്നെ ജസ്റ്റിഫൈഡ് അലൈൻമെൻറ്റ് ആവണം. പിന്നെ അടുത്തത് ബോഡി ആണെങ്കിൽ ടൈംസ് ന്യൂ റോമൻ സൈസ് 12, സ്പേസിങ് ആണെങ്കിൽ 1.5, പിന്നെ ജസ്റ്റിഫൈഡ് അലൈൻമെൻ്റ് ആണ്. പിന്നെ പേജ് മാർജിൻസ് ആണെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ ആണ് ഈച്ച് സൈഡ്. എല്ലാ സൈഡിലും 2.5 സെൻറ്റിമീറ്റർ ആവണം. പിന്നെ ഫോർ ഹിന്ദി, മലയാളം, അറബിക് ആൻഡ് സംസ്കൃത് ബോഡി ഫോണ്ട് സൈസ് ഈസ് റെക്കമെൻഡഡ് ആസ് 14. ഇനി ഇപ്പോൾ ഈ പറഞ്ഞത് ഇംഗ്ലീഷിലാണ്. ഇനി ഹിന്ദി, മലയാളം, അറബി, സംസ്കൃതം ആണെങ്കിൽ ബോഡി, അതായത് കണ്ടൻറ്റ് വരുന്നത് അതിൻ്റെ ഫോണ്ട് സൈസ് 14 ആണ്. ഇനി അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. എങ്ങനെയാണ് ഇതിൻ്റെ ഇവാലുവേഷൻ, അതായത് വാല്യുവേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ്. ദ പർപ്പസ് ഓഫ് ദ ഡിസർട്ടേഷൻ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് ടു എനേബിൾ യു ടു ഡെമോൺസ്ട്രേറ്റ് യുവർ കപ്പാസിറ്റി ടു ക്യാരി ഔട്ട് എ സബ്സ്റ്റൈനിക്കൽ പീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് വർക്ക് ഓൺ എ സെലക്റ്റഡ് ടോപ്പിക് ഓഫ് യുവർ ചോയ്സ്. അതായത് നമ്മുടെ കഴിവ് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ഡിസർട്ടേഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഇതിനാണ് നമ്മൾ എന്താണ് ഇത് ഇവാലുവേഷൻ ചെയ്യണത്. പിന്നെ ഇവാലുവേഷൻ ഓഫ് ദ ഡിസർട്ടേഷൻ പ്രൊജക്റ്റ് റിപ്പോർട്ട് ക്യാരീസ് എ ടോട്ടൽ ഓഫ് 100 മാർക്സ്. അത് ഡിസ്ട്രിബ്യൂട്ടർ ആസ് ഫോളോ. അത് 100 മാർക്കിനാണ് ഇതിൻ്റെ വാല്യുവേഷന്. അത് താഴെ പറയുന്ന പ്രകാരം എന്തായിട്ടുണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 70 മാർക്ക് ഫോർ ഡിസർട്ടേഷൻ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇവാലുവേഷന്, 70 മാർക്ക് ഇവാലുവേഷനാണ്. പിന്നെ 30 മാർക്ക് വൈവക്കുമാണ്. 13 മാർക്ക് ഫോർ വൈവ വോയിസ് എക്സാമിനേഷൻ ബേസ്ഡ് ഓൺ ദ ഡിസർട്ടേഷൻ പ്രൊജക്റ്റ് റിപ്പോർട്ട്. ആ ഡിസർട്ടേഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 13 മാർക്ക് എന്താണ്, വൈവക്കും കൂടിയാണ്. യുവർ ഡിസർട്ടേഷൻ പ്രൊജക്റ്റ് റിപ്പോർട്ട് വിൽ ബി അസസ്ഡ് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് 4 ക്രൈറ്റീരിയ. നമ്മളുടെ ഈ ഡിസർട്ടേഷന് അതൊരു മൂല്യം കൽപ്പിക്കുക അല്ലെങ്കിൽ അതിനൊരു മാർക്ക് നൽകുക എന്നുള്ളതൊക്കെ എന്താണ്, ഈ താഴെ പറഞ്ഞ 4 ക്രൈറ്റീരിയയും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഒന്ന് നോവലിറ്റി, അതിലൊരു പുതുമ ആൻഡ് അതിൻ്റെ ഒറിജിനാലിറ്റിയും. പിന്നെ ക്വാളിറ്റി ആൻഡ് കോഹറൻസ്, അതിൻ്റെ ക്വാളിറ്റി, യോജിപ്പ് മുതലായവ പരിഗണിച്ചിട്ടു. പിന്നെ ഇൻക്ലൂഷൻ ആൻഡ് നെസസറി കോമ്പൗണ്ട്സ് സച്ച് ആസ് മെത്തഡോളജി ആൻഡ് ഫ്രെയിംവർക്ക്. നമ്മൾ ചെയ്ത മെത്തഡോളജി, അതിൻ്റെ ഫ്രെയിംവർക്ക് അതും പരിഗണിക്കും. പിന്നെ ഓവറോൾ കോൺട്രിബ്യൂഷൻ ടു നോളജ്, നമ്മൾ അറിവിന് നമ്മൾ ഈ ഡിസർട്ടേഷന് എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകി അതും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ മാർക്ക് കണക്കാക്കുക. ഇനി കുറച്ച് സാമ്പിൾ ടോപ്പിക്സാണ് കൊടുക്കുന്നത്. അതായത് നമുക്കെന്താവാം,
The following is a spread of sample topics which can be chosen by the candidates for preparing the project dissertation. വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അതേപോലത്തെ കുറച്ച് സാമ്പിളായിട്ടുള്ള ടോപ്പിക്സുകളാണ് എന്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ടോപ്പിക്സ് ഉണ്ടാവുക വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞത് ഇതിലെല്ലാത്തിലും ഒരു 2-3 വായിക്കട്ടോ. ഇപ്പോൾ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലാണ് വുമൺ ഇൻ ഇന്ത്യ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്ത്യയിലെ സ്ത്രീകൾ എവിടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളെ കുറിച്ചിട്ട് അവരെങ്ങനെയൊക്കെയാണ് ലിറ്ററേച്ചറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ സ്ത്രീകളെങ്ങനെയൊക്കെയാണ് ലിറ്ററേച്ചറിൽ കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെയാണ് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ അതൊക്കെ കുറിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് ഇംഗ്ലീഷ് ഇൻ കേരള, സോഷ്യോ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി, അതായത് കേരള പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം എന്നുള്ളത് എങ്ങനെയാണ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചെയ്യാം. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഡയസ്പോറിക് ഐഡൻറ്റിറ്റി ഇൻ ഇംഗ്ലീഷ് ഫിക്ഷൻ. അതായത് ഇപ്പോൾ ഈ നാട് കടത്തുണ്ടല്ലോ, ഇപ്പോൾ യുദ്ധം മുഖേന അല്ലെങ്കിൽ മറ്റു കാരണങ്ങളൊക്കെ നാട് വിട്ടു പോണ ആൾക്കാർ ഓലെ ഐഡൻറ്റിറ്റി, ഇപ്പോൾ മൈഗ്രേഷന്, ബിലോങ്ങിങ് ആൻഡ് കൾച്ചർ, ഓലെ ഒരു നാട് കടത്തൽ അല്ലെങ്കിൽ ഓലെ കൾച്ചർ അതുമായി ബന്ധപ്പെട്ട അങ്ങനത്തിനെ കുറിച്ചൊക്കെ എഴുതാം. അല്ലെങ്കിൽ നാച്ചുറൽ ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ്, എക്കോ ക്രിട്ടിക്കൽ റീഡിങ്, അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസിൽ ഇപ്പോൾ ഇന്ത്യത്തെ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി അല്ലെങ്കിൽ നാച്ചുറൽ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് പ്രതിപാദിപ്പിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ചെയ്ത്. അല്ലെങ്കിൽ റോൾ ഓഫ് മദർ ടങ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്, റോൾ ഓഫ് മദർ ടങ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്, നമ്മുടെ മാതൃഭാഷേൻ്റെ ഒരു പങ്ക് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിക്കുന്നതിലുള്ള ഇതൊക്കെ കുറച്ച് വൈഡായിട്ടുള്ള ടോപ്പിക്സാണ്. ഇനി ഒന്നും കൂടി നമുക്ക് ഉള്ളിൽ ഇതിനൊക്കെ ചെറുതാക്കിയിട്ട് ഇനി നമുക്ക് പലതും ചെയ്യാം. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റഡി 2 ലിറ്ററേച്ചേഴ്സ് 2 വർക്ക് എടുത്തിട്ട് അത് കമ്പയർ ചെയ്യുക, അങ്ങനെ ഒരുപാട് ചെയ്യുക. ഒരുപാട് ടോപ്പിക്സ് ലഭിക്കും. നെക്സ്റ്റ് പിന്നെ മലയാളത്തിലുള്ളതാണ്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. പിന്നീട് ഹിന്ദിയിൽ ഉള്ളതുണ്ട്, പിന്നെ സംസ്കൃത്, ലാസ്റ്റ് അറബി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലുള്ള ഒരുപാട് ടോപ്പിക്സും പറയുന്നുണ്ട്. അപ്പോൾ അറബിയിലുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിക്കുക. അറബി ഇൻ ദ ഖുർആൻ, അതായത് ഖുർആനിലുള്ള അറബി അതിനെക്കുറിച്ച് പഠിക്കുക. അതായത് എങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തെല്ലാം തുടങ്ങിയ കുറിച്ചിട്ട്. അല്ലെങ്കിൽ അറബിക് വൊക്കാബുലറി ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് അറബിയിൽ ഇപ്പോൾ വേർഡ്സ് ഉണ്ടായി അതിനെക്കുറിച്ചുള്ളൊരു പഠനം നടക്കുക. അപ്പോൾ എങ്ങനെയാണ് പുതിയ വേർഡുകൾ അറബിക്ക് വരുന്നത്, അല്ലെങ്കിൽ ഓരോ സമയത്തും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതൊക്കെ കുറിച്ച് ചെയ്യുക. അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫേമസ് അറബ് റൈറ്റേഴ്സ് ഏതൊക്കെ അറബ് റൈറ്റേഴ്സിൽ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ഓരോ ജീവിതം അല്ലെങ്കിൽ ഓരോ വർക്ക്, ഇപ്പോൾ പോയിറ്റ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഇമ്പാക്റ്റ് ചെയ്യണത്. ഇപ്പോൾ ഉദാഹരണത്തിന് വുമൻസ് പോയിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഇപ്പോൾ ഫലസ്തീൻ പോലുള്ള നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പോയിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ വർക്കൊക്കെ എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ ഇമ്പാക്റ്റ് ചെയ്യണത് അത് കുറിച്ച് ചെയ്യാം. അല്ലെങ്കിൽ മോഡേൺ അറബിക് പോയട്രി ആൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി, ഇപ്പോൾ നിലവിലെ പോയട്രികൾ കവികൾ ഓല വർക്കിലൂടെ എങ്ങനെയാണ് നാഷണൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യണത് അതൊക്കെ ഉണ്ട്. ഇനി ഒരുപാട് ടോപ്പിക്സ് അതിലുണ്ട്, ജസ്റ്റ് വായിച്ചാൽ മതി. ഇതിനൊക്കെ പുറമെ ഗൈഡുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനത്തെ നല്ല സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്ന ടോപ്പിക്സും കൂടി എടുക്കാം. അത് സൂപ്പർവൈസർ അപ്രൂവ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റുമായിട്ടാണ്, ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളത് ചെയ്തത്, അതിൻ്റെ ഒറിജിനാലിറ്റി അതൊക്കെ ചെയ്തിട്ട് ആവണം നമ്മൾ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ ഉള്ളത് അടുത്തത് ഇനി എങ്ങനെ വർക്ക്, ഇപ്പോൾ വേർഡിലാണ് നമ്മൾ പറഞ്ഞ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ സ്പേസിങ് അതെങ്ങനെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക, പിന്നീട് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.